അതെ, എല്ലാവരും എന്നാ പറയണു? ഇന്ന് നമുക്ക് കുറച്ച് ശുദ്ധമായി ശ്വസിക്കാൻ പോവാം. വേറൊന്നുമല്ല, ഇവിടെ അടുത്തൊരു കായൽക്കരയിലാണ് കേട്ടോ. നല്ല രസമില്ലേ? എന്ത് പ്രകൃതി ഭംഗിയാന്ന് നോക്കിയേ. പുഴയുടെ രണ്ട് സൈഡും മൊത്തം പച്ചപ്പൊക്കെ ആയിട്ട് ആഹാ, നാട്ടിൽ പോയൊരു പ്രതീതി. ഇവിടെ ചൂടുകാലം തുടങ്ങിക്കഴിഞ്ഞോണ്ടല്ലോ, വീക്കെൻഡിലും സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ വെയിൽ കൊള്ളാൻ വേണ്ടി ഇതുപോലെ വന്ന് കിടക്കും. നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ലെങ്കിലും ഇച്ചിരി വൈറ്റമിൻ ഡി കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു ദിവസത്തെ ഓഫ് കൊണ്ട് വേറെ എവിടെ പോവാനാ? അപ്പോൾ ഇങ്ങനെയുള്ള കായൽക്കരകളിൽ കൂടെയൊക്കെ പോകുമ്പം നല്ല ശുദ്ധമായി ശ്വസിക്കുകയും ചെയ്യാം, നല്ല ഗ്രീനറി കാണാം, സന്തോഷമായിട്ട് ഒരു ദിവസം ചിലവഴിക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. സൈക്ലിങ്ങിന് വരുന്നവരും നമ്മുടെ പട്ടികളെ കൊണ്ട് നടക്കാൻ വരുന്നവരും ചുമ്മാ സൊറ പറഞ്ഞിരിക്കാൻ വരുന്നവരും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. സമ്മർ ശരിക്കും അങ്ങാകാത്തത് കൊണ്ട് വെള്ളത്തിന് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണില്ല കേട്ടോ. ഇങ്ങനെ ഈ ഇടവഴികളിൽ കൂടി നടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പുഴയിൽ ചെറിയ താറാവും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പിള്ളേർക്കും നല്ല രസമാണ് കാണാനായിട്ട്. നമ്മളുണ്ടല്ലോ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടവരി പാതകളിൽ കൂടെ നടന്ന് അപ്പുറത്തെ സൈഡിൽ, പുഴയുടെ അപ്പുറത്തെ സൈഡിൽ ചെല്ലണം എന്നാട്ടോ ഞങ്ങളിന്ന് വിചാരിച്ചേക്കണേ. നടന്ന് കാലിൻ്റെ കുറ്റി പറഞ്ഞു എന്നുള്ളത് വേറൊരു സത്യം. പക്ഷെ സത്യം പറയാമല്ലോ, നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആയിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇച്ചിരി അലർജിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും കുട്ടിസിനും രണ്ടുപേരും മരുന്നൊക്കെ കഴിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. പക്ഷേ കുഞ്ഞുങ്ങളുടെ സന്തോഷം നമുക്കൊരു സന്തോഷമല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാത്രമല്ല കേട്ടോ, നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. മനസ്സിന് നല്ലൊരു റിലീഫാണേ. സമ്മർ കുറച്ചുകൂടി അങ്ങായി കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് ഗ്രില്ലിംഗ് ഒക്കെ നടത്താട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറിയ ആളുടെ 4ാമത്തെ പിറന്നാൾ ഞങ്ങൾ ഈ ലേക്ക് സൈഡിലാണ് കേട്ടോ ആഘോഷിച്ചത്. അത് ഭയങ്കര സർപ്രൈസായിരുന്നു. അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പുള്ളിക്കൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് ബലൂണൊക്കെ കെട്ടി ഒരു ദിനോസർ തീമായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ ചെയ്തത്. പുള്ളി സ്കൂളിൽ നിന്ന് വന്നിട്ട് അവനെ നേരെ ഞങ്ങൾ പിക്ക് ചെയ്ത് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. അയ്യോ, അത് ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു കേട്ടോ എല്ലാവർക്കും. കുഞ്ഞിനാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാലാവസ്ഥ നല്ലതാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിക്നിക്കുകളൊക്കെ നടത്താൻ ഇവിടെ ഇങ്ങനെ ഒരുപാട് കായൽ സൈഡുകളുണ്ട് കേട്ടോ. പിന്നെ സമ്മർ അങ്ങ് കൊടുമ്പിരി കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? കടലിൻ്റെ സൈഡിൽ കൂടെ പോവും. അവിടെ ബീച്ച് സൈഡിൽ പോയി റൂം എടുത്തിട്ട് ഒരാഴ്ചയൊക്കെ 1-2 ആഴ്ച നമ്മുടെ ലീവ് നമുക്ക് അലവ് ചെയ്യുന്നത് പോലെ എല്ലാവരും അങ്ങനെ പോയി ബീച്ച് സൈഡിൽ കിടക്കാറുണ്ട് കേട്ടോ. ഞങ്ങളും പോവാറൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു. തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു ദിവസം മനസ്സിന് നല്ല സന്തോഷമാണ്. എന്നാൽ പിന്നെ ശരി, പിന്നെ കാണാവേ.